ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 108 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഒരിടത്ത് വളരെ കാര്യക്ഷമമായും ക്രിസ്തീയ ആദർശങ്ങൾ പുലർത്തിക്കൊണ്ടും നടത്തിയിരുന്ന ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഹെഡ് മാസ്റ്റർ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുമായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ വിദ്യാർത്ഥികളുടെ മേലുണ്ടായിരുന്ന ഭക്തി ബഹുമാനങ്ങൾ എടുത്തു പറയേണ്ടതായിരുന്നു. ആണ്ടിൻ്റെ അവസാന ദിവസം വൈകിട്ട് ഹെഡ് മാസ്റ്ററുടേതായി എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സൽക്കാരം പതിവായിരുന്നു. അപ്പോൾ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഒരു വലിയ തീക്കുണ്ടം ഉയരും. എല്ലാവരും അതിനു ചുറ്റും കൂടും. തദവസരത്തിൽ ഹെഡ് മാസ്റ്റർ ഓഫീസ് മുറിയിൽ പോയി ഒരു വലിയ ബുക്ക് കൊണ്ടുവരികയായി. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഖം മ്ലാനമാകും. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറയും: പ്രിയ കുട്ടികളെ, ഈ പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ആണ്ടിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള തെറ്റുകളുടെ പട്ടികയാണ് ഇതിലുള്ളത്. ഇന്ന് ഈ വർഷം അവസാനിക്കുകയാണല്ലോ. അതോടുകൂടെ നിങ്ങളുടെ കുറ്റങ്ങളും ക്ഷമിക്കപ്പെടുകയാണ്. നാളെ പുതിയ ആണ്ട് മുതൽ പുതിയ ജീവിതം നമുക്ക് ആരംഭിക്കാം. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം നിങ്ങൾ കാണുക ഈ അഗ്നികുണ്ഡത്തിൽ എറിയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ആ പാപങ്ങളുടെ പട്ടികയായ പുസ്തകം തീയിലിട്ട് ദഹിപ്പിക്കും. കുട്ടികൾ സന്തോഷത്താൽ ആർക്കുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ആമുഖ കഥയിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കുന്നത്? ഓരോ ദിവസവും നാം ചെയ്തു കൂട്ടുന്നതായ പാപസ്വഭാവങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. പാപം ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും വെറുപ്പുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്താലും അത് ദൈവസന്നിധിയിൽ സ്വഭാവത്തോടുകൂടി നാം ആയിരുന്നാൽ പാപത്തെ വെറുത്തുള്ളൊരു ജീവൻ നയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തെ വെറുത്ത് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വിശ്വാസത്തിനായി നന്ദിയുള്ള സ്തോത്രം. ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ നിന്നും അകറ്റിക്കളയുന്ന പാപം എന്ന പിശാചിനെ വേരോടെ പിഴുതെറിയുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.